ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിളിനെ പറ്റിയാണ്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്കും ചെയ്യണം. ഓക്കെ, നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങാം. പീരിയോഡിക് ടേബിൾ എലമെൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതായത് ഓൾ സബ്സ്റ്റൻസസ്, എല്ലാ പദാർത്ഥങ്ങളും, അതായത് യൂണിവേഴ്സിൽ ലോകത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് എലമെൻസിൻ്റെ കോമ്പിനേഷൻസുകൾ. എലമെൻസ് എന്ന് പറഞ്ഞാൽ മൂലകങ്ങളുടെ കോമ്പിനേഷൻസ്, ഒന്നോ അതിലധികമോ മൂലകങ്ങൾ കൂടിച്ചേർന്നൊക്കെയാണ് ലോകത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും, എല്ലാ സബ്സ്റ്റൻസും ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം. ഈ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, സോഡിയം, ക്ലോറിൻ ഒക്കെയാണ് ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ജലം. അപ്പോൾ ജലത്തിൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ എലമെൻറ്റും ഓക്സിജൻ എലമെൻറ്റും കൂടിച്ചേർന്നാണ് ജലം ഉണ്ടാകുന്നത്. കാരണം ഹൈഡ്രജൻ്റെ 2 ആറ്റവും ഓക്സിജൻ്റെ 1 ആറ്റവും കൂടിച്ചേർന്നാണ് ജലം ഉണ്ടാകുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും എലമെൻസിൻ്റെ കൂടിച്ചേരൽ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇതുവരെ 120 എലമെൻറ്റ്സ് ഡിസ്കവേർഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 90 എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നേച്ചറിൽ, പ്രകൃതിയിൽ തന്നെ കാണുന്നതാണ്. ബാക്കിയുള്ളവ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ബാക്കിയുള്ള എലമെൻറ്റ്സ്. ഇത്രയും മനസ്സിലായല്ലോ. എല്ലാ സബ്സ്റ്റൻസും, എല്ലാ പദാർത്ഥങ്ങളും, യൂണിവേഴ്സിലുള്ള എല്ലാ പദാർത്ഥങ്ങളും എലമെൻറ്റ്സ് വെച്ചാൽ മൂലകങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇനി നമുക്കങ്ങോട്ട് ടെക്സ്റ്റിലോട്ട് പോകാം. The students in the picture are trying to make a model of the periodic table as part of group activity. ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ ഒരു ഭാഗമായിട്ട് അവരൊരു പീരിയോഡിക് ടേബിളിൻ്റെ മോഡൽ ഉണ്ടാക്കുകയാണ്. യു ഹാവ് ലേൺഡ് ദാറ്റ് ദ പീരിയോഡിക് ടേബിൾ, നിങ്ങൾ പീരിയോഡിക് ടേബിളിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഇൻ വിച്ച് elements are scientifically classified is helpful in the study of chemistry. എലമെൻറ്റ്സ് എന്ന്, അതായത് പീരിയോഡിക്കൽ ടേബിൾ എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സിനെ സയൻറ്റിഫിക്കലി, ശാസ്ത്രീയമായിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്തിനാണ്? കെമിസ്ട്രിയുടെ പഠിത്തം എളുപ്പമാക്കാൻ വേണ്ടി. വേറൊന്നുമല്ല, എലമെൻറ്റ്സിനെ ഇങ്ങനെ ഓരോന്നോരോന്നാക്കി ഒരു ടേബിളിൽ ഇങ്ങനെ കുറേ റൂൾസ് പ്രകാരം ഇങ്ങനെ ഒരു ടേബിളിൽ അടുക്കി വെച്ചിരിക്കുന്നു. അതാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. മോർ ഓവർ, you are familiar with the early attempts that the classification of elements and the periodic law proposed by ഡെമിട്രി ഇവാനിയോവിച്ച് മെൻഡലീവ്. നേരത്തെ കുറേ പേര്, അത് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല, നിങ്ങൾക്കത് ഇതിനകത്ത് പഠിക്കാനില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് മോഡേൺ പീരിയോഡിക് ടേബിളാണ്. അത് കൊണ്ടുവന്നത് മോസ്ലിയാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്തിരുന്നു? ഈ എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യാനൊക്കെ നോക്കിയിരുന്നു. അപ്പം അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷേ എന്നാലും നമുക്ക് അവരുടെ പേര് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. നമുക്ക് അവരുടെ പേര് ചെറുതായിട്ടെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്ത് പോയാലേ പറ്റത്തുള്ളൂ. ലാവോസിയർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കിയത്. പക്ഷേ ആ സമയത്ത് 30 എലമെൻറ്റ്സ് മാത്രമേ കണ്ടുപിടിക്കപ്പെട്ടിരുന്നുള്ളൂ. അതിനെ അദ്ദേഹം മെറ്റൽ എന്നും നോൺ മെറ്റൽ എന്നും വേർതിരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് മെറ്റലോയിഡിനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. മെറ്റലോയിഡ് എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും സ്വഭാവം കാണിക്കുന്നതിനെയാണ് മെറ്റലോയിഡ് എന്ന് പറയുന്നത്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വന്നൊരു ഡീമെരിറ്റ്സ് ആണ്. പിന്നീട് വന്നത് ഡോബർണിയർ വന്നു, പിന്നീട് ന്യൂലാൻഡ്സ് വന്നു. പക്ഷേ ആദ്യമായിട്ട് ഒരു ടേബിൾ ഉപയോഗിച്ച് എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തതാണ് ഡെമിട്രി ഇവാനിയോവിച്ച് മെൻഡലീവ്. അദ്ദേഹം ഒരു റഷ്യൻ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ലേറ്റർ മെൻഡലീവ്സ് കെയിം ടു ബി നോൺ ആസ് ദി ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. ലാസ്റ്റിൽ മെൻഡലീവ്സിനെയാണ് ഫാദർ ഓഫ്, അതായത് പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടത്. ആദ്യം എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തത് ലാവോസിയർ ആണെങ്കിലും ആദ്യമായിട്ടൊരു ടേബിളിൻ്റെ രൂപത്തിൽ എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തതാരാണ്? മെൻഡലീഫ് ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെട്ടത്. മെൻഡലീവ്സ് 63 എലമെൻസിനെ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ 63 എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തു. പിന്നെ എന്തുവാണ് അദ്ദേഹം ഈ എലമെൻസിനെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അറ്റോമിക് മാസ് അറിയാമല്ലോ നമുക്ക് എന്തുവാണെന്ന്. അതായത് ഒരു
എലമെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ എഴുതുന്നതാണ് അറ്റോമിക് മാസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്, എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തത്. എങ്ങനെയാണ്? ഇൻക്രീസിങ് ഓർഡർ, അതായത് 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ്, അതറിയാലോ ഇൻക്രീസിങ് ഓർഡർ എന്നുള്ളത്, 3 4. അപ്പോൾ അങ്ങനെ അറ്റോമിക് മാസ് 4 ഉള്ളത് കഴിഞ്ഞിട്ട് അറ്റോമിക് മാസ് 5 ഉള്ളത് വരും. അങ്ങനെയാണ് അദ്ദേഹം ഇതിനെ ക്ലാസിഫൈ ചെയ്തത്. ഇനി പക്ഷേ എന്താണ് പറയുന്നതിനകത്ത്? ദെയർ വാസ് നോ ക്ലാരിറ്റി റിഗാർഡിംഗ് ദ സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം ഓർ സബ് അറ്റോമിക് പാർട്ടിക്കിൾ. പക്ഷെ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അതിനകത്ത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇതാണ് ഒരു ആറ്റത്തിലെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞത്. അതിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിനൊരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയില്ല. സ്ട്രക്ചർ ഓഫ് ദി ആറ്റം, ആറ്റത്തിൻ്റെ ഒരു സ്ട്രക്ചറിനും അദ്ദേഹത്തിന് ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡിമെരിറ്റ്സ്. പക്ഷേ മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിൾ ഹാഡ് മെനി മെരിറ്റ്സ്, ധാരാളം മെരിറ്റ്സും ഉണ്ടായിരുന്നു. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിലെ മെരിറ്റ്സ് ടെക്സ്റ്റിലെ ഒരു വർക്കാണ്. ലിസ്റ്റ് ദ മെരിറ്റ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിലെ മെരിറ്റ്സ്, ഗുണങ്ങൾ എഴുതാനാണ്. എലമെൻറ്റ്സ് ഓഫ് സിമിലർ പ്രോപ്പർട്ടീസ് വെർ പ്ലേസ്ഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. ലേണിംഗ് കെമിസ്ട്രി വാസ് ദസ് മച്ച് ഈസിയർ. അദ്ദേഹം ഒരേ സ്വഭാവമുള്ള എലമെൻസിനെ ഒരേ ഗ്രൂപ്പിൽ, സെയിം ഗ്രൂപ്പിൽ 1 2 3 ഇങ്ങനെയുള്ള സെയിം ഗ്രൂപ്പിൽ വെച്ചു. അത് കെമിസ്ട്രിയെ ഒരുപാട് ഈസിയറാക്കി, പഠിക്കാൻ ഈസിയറാക്കണം. സെയിം സ്വഭാവമുള്ള, ഒരേ സ്വഭാവമുള്ളതിനെ ഒരേ ഗ്രൂപ്പിൽ വെച്ചു. നെക്സ്റ്റ് എന്തുവാണ്? സം എലമെൻറ്റ്സ് ഡിഡ് നോട്ട് ഫോളോ ദ കറക്റ്റ് അസെൻഡിങ് ഓർഡർ ഓഫ് ദി അറ്റോമിക് മാസ്. He pointed out that this could be due to the wrong determination of atomic mass. This led to the correction of the wrongly determined atomic mass. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വെക്കുന്ന സമയത്ത് സം എലമെൻറ്റ്സ് ഡിഡ് നോട്ട് ഫോളോ ദ കറക്റ്റ് അസെൻഡിങ് ഓർഡർ ഓഫ് ദി അറ്റോമിക് മാസ്. ഞാൻ പറഞ്ഞല്ലോ അറ്റോമിക് മാസിൻ്റെ ബേസിസിലാണ് അദ്ദേഹം എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തതെന്ന്. അപ്പോൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ചില എലമെൻറ്റ്സിന് റോങ് ആയിട്ടുള്ള, അതായത് ആ അറ്റോമിക് മാസിൻ്റെ അസെൻഡിങ് ഓർഡറിൽ കൂടി വരുന്ന ഓർഡറിൽ, അപ്പോൾ അത് ഫോളോ ചെയ്യുന്നില്ല. ആ കറക്റ്റ് അസെൻഡിങ് ഓർഡറിൽ ആ അറ്റോമിക് മാസിൻ്റെ ബേസിസിൽ എലമെൻറ്റ്സിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം പോയിൻ്റ് ഔട്ട് ചെയ്തു, ദിസ് കുഡ് ബി ഡ്യൂ ടു ദ റോങ് ഡിറ്റർമിനേഷൻ ഓഫ് അറ്റോമിക് മാസ്. ഇത് ശരിയായിട്ടുള്ള ഡിറ്റർമിനേഷൻ അല്ല അറ്റോമിക് മാസിൻ്റെയെന്നും, പിന്നീട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അറ്റോമിക് മാസ് ഡിറ്റർമൈൻ ചെയ്യാൻ, നിർവചിക്കാനും ഇത് വഴിതെളിച്ചു. പിന്നെ കോളംസ് വെയർ ലെഫ്റ്റ് വേക്കൻറ്റ് ഫോർ ദ എലമെൻറ്റ്സ്. ഓരോരോ എലമെൻറ്റ്സിനും കോളംസ് വേക്കൻ്റ് ആക്കി ഇട്ടു. അത് ഞാൻ ഇതിനകത്തോട്ട് പിക്ചർ ഇട്ടേക്കാം. എന്തിനാണ് വേക്കൻ്റ് ആക്കി ഇട്ടത്? അത് ആ സമയത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത എലമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്തു, അങ്ങനെയുള്ള എലമെൻറ്റ്സുകൾ ഉണ്ടാവാം എന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ട് അതിനുവേണ്ടി കോളംസ് വേക്കൻ്റ് ആക്കി ഇട്ടു. പിന്നീട് എന്തോ ചെയ്തു? ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് ആൾസോ, പിന്നീട് അത് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ അത് അവിടെ പ്ലേസ് ചെയ്യാൻ സാധിച്ചു. പിന്നീട് എന്താണ്? അദ്ദേഹം കണ്ടുപിടിക്കാത്ത ആ എലമെൻറ്റ്സിൻ്റെ സ്വഭാവവും നിർവചിച്ചു. ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുള്ള എലമെൻറ്റ്സിനെ ആയിരിക്കാം ഇനി കണ്ടുപിടിക്കാനുള്ളത് എന്ന് അദ്ദേഹം അത് നിർവചിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രെഡിക്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിലെ പോസിറ്റീവ്സ് ആണ്, അഡ്വാൻറ്റേജസ് ആണ്. നമുക്ക് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. എലമെൻറ്റ്സ് വിത്ത് ലാർജ് ഡിഫറൻസസ് ഇൻ പ്രോപ്പർട്ടീസ് വെയർ ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. അതായത് പല സ്വഭാവമുള്ള എലമെൻറ്റ്സിനെ ഒരേ ഗ്രൂപ്പിലാക്കി. എക്സാമ്പിൾ, ഹാർഡ് മെറ്റൽസ് ലൈക്ക് കോപ്പർ ആൻഡ് സിൽവർ വെയർ ഇൻക്ലൂഡഡ് എലോങ് വിത്ത് സോഫ്റ്റ് മെറ്റൽസ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം. സോഫ്റ്റ് മെറ്റൽസായ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കൂടെ ഹാർഡ് മെറ്റൽസായ കോപ്പറും സിൽവറും ഇട്ടു. പല സ്വഭാവമുള്ള എലമെൻറ്റ്സിനെ സെയിം ഗ്രൂപ്പിലാക്കി. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോ പ്രോപ്പർ പൊസിഷൻ കുഡ് ബി ഗിവൺ ടു ദ എലമെൻറ്റ് ഹൈഡ്രജൻ. ഹൈഡ്രജന് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പൊസിഷൻ കൊടുത്തില്ല. ഹൈഡ്രജനെ എന്തോ ചെയ്തു? നോൺ മെറ്റാലിക് ഹൈഡ്രജൻ വാസ്, ഗ്യാസ് അല്ലേ ഹൈഡ്രജൻ എന്ന് പറയുന്നത്, അപ്പം നോൺ മെറ്റാലിക് ആണ്. ഹൈഡ്രജൻ വാസ് പ്ലേസ്ഡ് എലോങ് ദ മെറ്റൽസ് ലൈക്ക് ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം. നോൺ മെറ്റലായിട്ടുള്ള ഹൈഡ്രജനെ ലിഥിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും മെറ്റലായിട്ടുള്ള ലിഥിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഇടയ്ക്ക് കൊണ്ടിട്ടു. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് വാസ് നോട്ട് സ്ട്രിക്റ്റ്ലി ഫോളോഡ് ത്രൂ ഔട്ട്. ആ ഇൻക്രീസിങ് ഓർഡർ ഞാൻ പറഞ്ഞല്ലോ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത് ഇൻക്രീസിങ് ഓർഡറിലായിരുന്നു. അത് ഫോളോ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. നെക്സ്റ്റ് പോയിന്റ് പറയാനാണെങ്കിൽ ദെയർ ഈസ് നോ പ്ലേസ് ഫോർ ഐസോട്ടോപ്സ്. ഐസോട്ടോപ്പുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലവും കൊടുത്തില്ല. ഇപ്പം നമുക്ക് ഹൈഡ്രജൻ്റെ കേസിൽ തന്നെ എടുത്താൽ ഹൈഡ്രജൻ്റെ
ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത് അറ്റോമിക് മാസ് 1 വരുന്നതുണ്ട്, 2 വരുന്നതുണ്ട്, 3 വരുന്നതുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രജന് 3 കോളം കൊടുക്കണം അല്ലേ? അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ 3 കോളം കൊടുക്കണം. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഐസോട്ടോപ്പുകൾക്ക് പ്രത്യേകമായിട്ടുള്ള പ്ലേസ് പ്ലേസ് കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം ഹൈഡ്രജന് ഒരു പ്ലേസേ കൊടുത്തിട്ടുള്ളൂ. അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നതെങ്കിൽ ഹൈഡ്രജന് 3 സ്ഥലം കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞില്ല. അതും അദ്ദേഹത്തിൻ്റെ ഒരു ഡീമെരിറ്റ്സ് ആണ്. യു ഹാവ് ആൾസോ ലേൺഡ് അബൌട്ട് ഐസോട്ടോപ്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് മാസ് ഡിഫറൻസ് ആയിരിക്കും, പക്ഷേ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. ഇതാണ് ഐസോട്ടോപ്പുകൾ എന്ന് പറഞ്ഞാൽ. ഹൗ ഡു ഐസോട്ടോപ്സ് ഓഫ് ദ സെയിം എലമെൻറ്റ് ഡിഫറെൻറ്റ് ഫ്രം വൺ അനദർ? ഇവിടെ നമ്മൾ എന്തെഴുതും? സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. യു know that elements are arranged on the basis of atomic mass in Mendeleev's periodic table. മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന്. സിൻസ് ഐസോട്ടോപ്സ് ഞാൻ പറഞ്ഞില്ലേ, സിൻസ് ഐസോട്ടോപ്സ് ഹാവ് ഡിഫറെൻറ്റ് അറ്റോമിക് മാസസ്, പല പല അറ്റോമിക് മാസാണുള്ളത്. ഇറ്റ് ഈസ് നെസസറി ടു അസൈൻ ഡിഫറെൻറ്റ് പൊസിഷൻ ഫോർ ദം ഇൻ ദ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ ആ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്ലേസുകൾ കൊടുക്കേണ്ടി വരും. ഹൈഡ്രജൻ്റെ കേസ് എടുത്താൽ 3 കൊടുക്കേണ്ടി വരും. ഹൈഡ്രജൻ്റെ ഡിഫറെൻറ്റ് ഐസോട്ടോപ്സ് ആണ്. ഫസ്റ്റ് ഉള്ളത് പ്രോട്ടിയം, രണ്ടാമത്തത് ഡിറ്റീരിയം, മൂന്നാമത്തത് ട്രിഷിയം. ആർ ദ ഐസോട്ടോപ്സ് ഓഫ് ഹൈഡ്രജൻ. As per Mendeleev's periodic table, it is not possible to assign a specific position to each of them on the basis of atomic mass. അപ്പോൾ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് 3 പേർക്കും 3 പ്ലേസ് കൊടുക്കണം. പക്ഷേ മെൻഡലീവ്സിന് അങ്ങനെ 3 പ്ലേസ് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇനി നെക്സ്റ്റ് ആളിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഹെൻറി മോസ്ലിയെ പറ്റിയാണ് പഠിക്കുന്നത്. ത്രൂ ഹിസ് എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്സ്, Henry Moseley proved that properties of elements depend mainly on atomic number rather than atomic mass. അപ്പം മെൻഡലീവ്സ് അറ്റോമിക് മാസ്സാണ് പറഞ്ഞത്. പക്ഷേ മോസ്ലി എന്താണ് പറഞ്ഞത്? മോസ്ലി പറഞ്ഞത് അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലല്ല, അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോപ്പർട്ടിയുടെ സ്വഭാവം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ആശ്രയിച്ചിരിക്കുന്നത്. അതിന് അദ്ദേഹം ഒരു പരീക്ഷണം നടത്തിയിട്ടാണ് അദ്ദേഹം അത് പ്രൂവ് ചെയ്തത്. അതായത് എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്. എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്സ് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല, പക്ഷേ 11ലും 12ലും ഒക്കെ ചെല്ലുമ്പോൾ ഇതിനെപ്പറ്റി പഠിക്കാനും അദ്ദേഹത്തിൻ്റെ ലോയെ പറ്റി പഠിക്കാനൊക്കെ കാണും. ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് അത് എന്തുവാണെന്നൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്താൻ ഒരു വാക്വം ട്യൂബ് വേണം. അത് കഴിഞ്ഞ് ആനോഡും കാതോഡും വേണം. ആനോഡിൽ ഒരു മെറ്റൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ കാതോഡ് വഴിയാണ് നമ്മൾ കാതോഡ് റൈസ് കടത്തി വിടുന്നത്, അതായത് നെഗറ്റീവ് ചാർജ് കടത്തി വിടുന്നത് ഇവിടെ ആനോഡിലോട്ട്. അവിടെ നമ്മൾ മെറ്റൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ടല്ലോ. ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പരീക്ഷണം ചെയ്തത് നോക്കാം നമുക്ക്. സെയിം വാക്വം ട്യൂബാണ് ഇതിനകത്തും എടുക്കുന്നത്. ഇത് കാതോഡ്, പിന്നെ ഇത് ആനോഡ്. ഇതിലേക്കൂടെ ഇലക്ട്രോണിനെ കടത്തി വിടുന്നുണ്ട്. അത് അവിടെ ചെന്ന് ആനോഡിൽ പോയി തട്ടിയിട്ട് 45 ഡിഗ്രിയിൽ എക്സ്ട്രാ ഫ്രീക്വൻസി എമിറ്റ് ചെയ്യുന്നെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ 45 ഡിഗ്രി ഹൈ റേഡിയേഷൻ ഫ്രീക്വൻസി ആയിട്ട് ആ മെറ്റൽ ടാർജറ്റിൽ നിന്നും എമർജ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. നെക്സ്റ്റ് ലെവലിൽ മോസ്ലി ചെയ്തത് ഈ ആനോഡിൽ ഹൈ അറ്റോമിക് നമ്പറുള്ള മെറ്റൽ വെച്ചപ്പോൾ കാതോഡ് റൈസ് കടത്തി വിട്ടപ്പോൾ ആനോഡിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന എക്സ്റേയുടെ ഫ്രീക്വൻസി വർദ്ധിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, അറ്റോമിക് നമ്പറും എലമെൻറ്റിൻ്റെ സ്വഭാവവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അറ്റോമിക് നമ്പർ കൂടുതലുള്ള മെറ്റൽസ് വെച്ച് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഫ്രീക്വൻസി കൂടി വരുന്നെന്ന്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ആസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ആൻറ്റി കാതോഡ് എന്ന് പറഞ്ഞാൽ ആനോഡ് ഇൻക്രീസ് ചെയ്താൽ എമിറ്റ് ചെയ്യുന്ന എക്സ്ട്രയുടെ ഫ്രീക്വൻസിയും ഇൻക്രീസ് ചെയ്യുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അറ്റോമിക് നമ്പറാണ് ഈ ഓരോ എലമെൻറ്റിനെയും ക്യാരക്ടറും നിർവചിക്കുന്നതെന്നും അദ്ദേഹം അതിൽ നിന്നും മനസ്സിലാക്കി. അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും നിങ്ങൾക്ക് ഈ 9th ക്ലാസ്സിൽ പഠിക്കാനില്ല. ഈ
ഏത് എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റിനെ പറ്റി. പക്ഷേ നിങ്ങൾ 11ലും 12ലും ഒക്കെ ചെല്ലുമ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുമുണ്ട്, അതിൻ്റെ നിയമങ്ങളും പഠിക്കാനുണ്ട്. അപ്പം ജസ്റ്റ് ഇത് എന്തുവാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പഠിക്കാം. ഓക്കെ. ഹെൻറി മോസ്ലി പ്രൂവ്ഡ് ദാറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ഡിപ്പെൻഡ് മെയിൻലി ഓൺ അറ്റോമിക് നമ്പർ റാദർ ദാൻ അറ്റോമിക് മാസ്. ഇങ്ങനെ മെറ്റലിൻ്റെ അറ്റോമിക് നമ്പർ കൂട്ടി കൊടുക്കുമ്പോൾ കാഥോഡ് റേസ് ആനോഡിൽ വന്ന് പഠിക്കുമ്പോൾ അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എക്സ്ട്രായുടെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം അത് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നും മനസ്സിലായി. പ്രോപ്പർട്ടി ഓഫ് എലമെൻസിൻ്റെ സ്വഭാവം. ഹി ദെൻ റിവൈസ്ഡ് മെൻഡലീസ് പീരിയോഡിക് ലാ. അദ്ദേഹം മെൻഡലീസിൻ്റെ പീരിയോഡിക് ലാ എന്ന് പറയുന്നത് അറ്റോമിക് മാസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. അത് അദ്ദേഹം റിവൈസ് ചെയ്തു. പുതിയൊരു ലോ കൊണ്ടുവന്നു. ആരാ? മോസ്ലി. ദിസ് ഈസ് നോൺ ആസ് മോഡേൺ പീരിയോഡിക് ലാ. അപ്പോൾ മോഡേൺ പീരിയോഡിക് ലാ ആരാണ് കൊണ്ടുവന്നത്? മോസ്ലിയാണ് കൊണ്ടുവന്നത്, ഹെൻറി മോസ്ലി. അപ്പോൾ എന്തോന്ന് നോക്കാം നമുക്ക്. മോഡേൺ പീരിയോഡിക് ലാ. മോഡേൺ പീരിയോഡിക് ലാ, ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. അപ്പോൾ അതായത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ കെമിക്കൽസ്, ഒരു എലമെൻറ്റ്സിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ നിറം, സാന്ദ്രത, കാഠിന്യം, മെൽറ്റിംഗ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുന്നോ വിടുന്നില്ലയോ ഒക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇതാണ് എന്ത് പറയുന്നത്? ഒരു ഫിസിക്കൽ എലമെൻ്റ് എന്ന് പറയുന്നത്. കെമിക്കൽ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ജ്വലനം, ഇൻഫ്ലമബിലിറ്റി, ടോക്സിറ്റി എന്ന് പറഞ്ഞാൽ ടോക്സിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ വിഷം, അസിഡിറ്റി, പിന്നെ അതിൻ്റെ രാസപ്രക്രിയ, ഇതൊന്നും നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കെമിക്കൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നിശ്ചയിക്കുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പറാണ്. മനസ്സിലായല്ലോ? അതിൻ്റെ അറ്റോമിക് നമ്പറാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് മോഡേൺ പീരിയോഡിക് ലാ, മോസ്ലി അറേഞ്ച്ഡ് എലമെൻറ്റ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ ആൻഡ് ഡിസൈൻഡ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ. അദ്ദേഹം, ഞാൻ പറഞ്ഞു ഒത്തിരി പ്രാവശ്യം കൊണ്ട് ഞാൻ പറഞ്ഞു തരുക, മോസ്ലി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തത്. എങ്ങനെയാണ്? ഇൻക്രീസിങ് ഓർഡർ, 1 2 3 4, അതിൽ ഇൻക്രീസിങ് ഓർഡർ, ആ രീതിയിൽ. ആൻഡ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഡിസൈൻ ചെയ്തു. പക്ഷേ മെൻഡലീവ്സ് എങ്ങനെയാണ്? അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ. രണ്ട് തിരിഞ്ഞു പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. Let us have a look at the merits of the modern periodic table. Merits നോക്കാം നമുക്ക്. As you know, one of the demerits of Mendeleev's periodic table is that elements having different properties are included in the same group. നമ്മൾ പറഞ്ഞല്ലോ, ഞാനതെല്ലാം പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. പല പല സ്വഭാവമുള്ള പ്രോപ്പർട്ടീസിനെ ഒരേ ഗ്രൂപ്പിലാക്കി. ഹാർഡ് മെറ്റൽസ് ലൈക്ക് കോപ്പർ ആൻഡ് സിൽവർ ആർ ഇൻക്ലൂഡഡ് അലോങ് ദ സോഫ്റ്റ് മെറ്റൽസ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഹാർഡ് മെറ്റലായിട്ടുള്ള കോപ്പറിനെയും അതുപോലെ തന്നെ സിൽവറിനെയും ഏതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടിട്ടു? സോഫ്റ്റ് മെറ്റലായിട്ടുള്ള സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അടുത്ത് കൊണ്ടിട്ടു. ബട്ട് ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിളിൽ മോസ്ലി വാസ് പർട്ടിക്കുലർ എബൌട്ട് ഇൻക്ലൂഡിങ് എലമെൻറ്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. ഒരേ സ്വഭാവമുള്ളതിനെ ഒരേ ഗ്രൂപ്പിലാക്കി. ഹെൻസ് ഇഫ് വി know the properties of an elements, we get the idea of the properties of other elements belonging to the same group. അതായത് നമുക്ക് ഒരു എലമെൻറ്റിൻ്റെ ഇപ്പം നമ്മൾ ആ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ആ ഒരേ ഗ്രൂപ്പിലുള്ള ആദ്യത്തെ എലമെൻറ്റിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? താഴോട്ടുള്ള ബാക്കി എല്ലാ എലമെൻറ്റ്സിൻ്റെയും ആ സ്വഭാവമായിരിക്കുമെന്ന്. സോഫ്റ്റ് ആണോ, ഹാർഡാണോ, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളതാണോ, അങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. ഇൻ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ ദർ ഈസ് നോ സ്പെസിഫിക് പൊസിഷൻ ഫോർ ഐസോടോപ്പ് ഓഫ് ദി സെയിം എലമെൻറ്റ്സ്. നമ്മൾ പറഞ്ഞല്ലോ ഐസോടോപ്പിൻ്റെ സെയിം എലമെൻറ്റ്, ഹൈഡ്രജൻ്റെ ആവട്ടെ കാർബണിൻ്റെ ആവട്ടെ എന്തോ ആവട്ടെ, ഐസോടോപ്സിന് പ്രത്യേക പൊസിഷൻ ഇല്ലായിരുന്നു. ബട്ട് ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ദ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദി അസെൻഡിങ് ഓർഡർ of their atomic numbers. Thus the limitation of Mendeleev's periodic table was overcome. കാരണം മോഡേൺ പീരിയോഡിക് ടേബിൾ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണെന്നറിയാം അല്ലേ? മാസ് നമ്പറാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ പുതിയ കോളം തേടി പോകേണ്ട ആവശ്യമില്ല. ഹൈഡ്രജനെ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ഇരുത്താൻ പറ്റും. അതായത് ഒരെണ്ണേ ഉള്ളൂ, അറ്റോമിക് നമ്പർ 1 ആണ്. അതുകൊണ്ട് തന്നെ. പക്ഷെ മറ്റേത് അങ്ങനെയല്ല, മൂന്ന് മാസ് നമ്പർ 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 3 കോളം തേടി പോകേണ്ടി വരും. ഓക്കെ.
Another limitations of Mendeleev's periodic table is that the ascending order of atomic number is not strictly followed. Ascending order കറക്റ്റിന് ഫോളോ ചെയ്തിട്ടില്ല. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ഇൻക്രീസിങ് ഓർഡർ. ഫോർ എക്സാമ്പിൾ, ദ എലമെൻറ്റ് പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 39 ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ ആർഗൺ. ആർഗണിൻ്റെ 40 40 ആർഗൺ കഴിഞ്ഞിട്ടാണ് പൊട്ടാസ്യത്തിനെ കൊണ്ടിരുത്തിയേക്കുന്നത്. Since elements are arranged on the base of atomic number, this kind of irregularity in the atomic mass is irrelevant in the modern periodic table. നമുക്ക് അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാവുമ്പോൾ ഇതേപോലത്തെ ഇറഗുലാരിറ്റീസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. പീരിയോഡിക് ടേബിൾ ഓഫ് വേരിയസ് ഫോംസ് ഹാവ് ബീൻ ഡെവലപ്ഡ് ഫ്രം ടൈം ടു ടൈം. സമയാസമയങ്ങളിൽ ഒരുപാട് പീരിയോഡിക് ടേബിളുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ദ പീരിയോഡിക് ടേബിൾ വിച്ച് ഇൻക്ലൂഡ് 118 elements is widely used now. ഈ പീരിയോഡിക് ടേബിളുള്ള 118 എലമെൻസുകൾ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്, വൈഡ്ലി യൂസ്ഡ്. In the periodic table, the horizontal rows are called periods and the vertical columns are called groups. The elements belong to the same group exhibit similarity in chemical and physical properties. അതായത് പീരിയോഡിക് ടേബിളിലെ ഹൊറിസോണ്ടൽ റോസിനെ എന്തെന്ന് പീരീഡ് എന്നും വെർട്ടിക്കലായിട്ടുള്ള കോളത്തിനെ ഗ്രൂപ്പ്സ് എന്നും അറിയപ്പെടുന്നു. എല്ലാ എലമെൻസും ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻസിനും കെമിക്കലും അതുതന്നെ ഫിസിക്കൽ സ്വഭാവവും സെയിം ആയിരിക്കും. ഈ കാണുന്നതാണ് മോഡേൺ പീരിയോഡിക് ടേബിള്. ഈ ടേബിളിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് പഠിക്കാം ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. നിങ്ങളുടെ ടെക്സ്റ്റിൽ പീരിയോഡിക് ടേബിളിൻ്റെ പിക്ചറുണ്ട്, അതെടുത്ത് വെച്ചിട്ട് വേണം ഈ വീഡിയോ കാണാൻ. പീരിയോഡിക് ടേബിളിനെ ഗ്രൂപ്പ്സും അതുപോലെ തന്നെ പീരീഡുമായിട്ട് തിരിച്ചിരിക്കുന്നു. ഇങ്ങനെ താഴോട്ടുള്ളതിനെ ഗ്രൂപ്പ്സ് എന്നും ഹൊറിസോണ്ടലായിട്ടുള്ളതിനെ പീരീഡ് എന്നും പറയുന്നു. 18 ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് നോക്കാം. ഇത് 1 ഗ്രൂപ്പ്, 2 സെക്കൻഡ് ഗ്രൂപ്പ്, 3rd ഗ്രൂപ്പ്, അങ്ങനെ ഈ ലാസ്റ്റ് വരുമ്പോൾ എന്താ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 അങ്ങനെ 18 ഗ്രൂപ്പുകൾ എങ്ങനെ വെർട്ടിക്കലായിട്ട്. പിന്നെ പീരീഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഹൊറിസോണ്ടലായിട്ട്. ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, 3rd പീരീഡ്, 4th പീരീഡ്, അങ്ങനെ മൊത്തം 7 പീരീഡുകളുണ്ട്. താഴെ 2 നിര കിടക്കുന്നത് കണ്ടോ, ലംധാനം കിടക്കുന്നുണ്ടോ? എത്രാമത്തെ ഗ്രൂപ്പിലാണ്? 6ാമത്തെ ഗ്രൂപ്പിൽ ലംധാനം കിടക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ആ ലംധാനത്തിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് വരേണ്ടതാണ് സേറിയം. അതിനെ ലാന്തനോയിഡ്സുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞ് വന്ന് ലുട്ടീഷ്യം കഴിഞ്ഞിട്ട് വരേണ്ടതാണ് ഹാഫ്നിയം. അതുപോലെ തന്നെ അടുത്ത നിരയിലുള്ളത് ടീനിയം കഴിഞ്ഞിട്ട് വരേണ്ടതാണ് തോറിയം കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ലൗറീഷ്യം കഴിഞ്ഞിട്ട് വരേണ്ടതാണ് റുദർഫോഡിയം. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ ഉള്ളതാണ് ഇങ്ങോട്ട് താഴോട്ടെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നോക്കിക്കേ, നമുക്ക് ഫസ്റ്റ് കോളം ഹൈഡ്രജൻ തന്നെ നോക്കിക്കേ. ഹൈഡ്രജന് ഒരു പ്രോട്ടോണും അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണും മാത്രമാണുള്ളത്. അപ്പം ആ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ് അല്ലേ? അപ്പം നമുക്ക് ആ കോളത്തിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? ഒരു കോളത്തിൽ നിന്നും അതിൻ്റെ അറ്റോമിക് നമ്പർ മനസ്സിലാക്കാൻ പറ്റും. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടോണിൻ്റെ എണ്ണവും 1 ആയിരിക്കും, ഇലക്ട്രോണിൻ്റെ എണ്ണവും 1 ആയിരിക്കും. പിന്നെ നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതിൽ നിന്നും ഹൈഡ്രജൻ്റെ സിമ്പൽ H ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെയാണ് നെയിം മനസ്സിലാക്കാൻ പറ്റും. ഹൈഡ്രജൻ എന്നുള്ള നെയിം മനസ്സിലാക്കാൻ പറ്റും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിൻ്റെ വിന്യാസവും നമുക്ക് ഓരോ കോളത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് ഒരു പീരിയോഡിക് ടേബിളിൽ ഒരു എലമെൻറ്റിൻ്റെ കോളത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? അതിൻ്റെ അറ്റോമിക് നമ്പർ മനസ്സിലാക്കാൻ പറ്റും, സിമ്പൽ മനസ്സിലാക്കാൻ പറ്റും, നെയിം മനസ്സിലാക്കാൻ പറ്റും, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മനസ്സിലാക്കാൻ പറ്റും, പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ്, ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്. പ്രോട്ടോണിൻ്റെ എണ്ണം 1 ആണെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണവും 1 ആയിരിക്കും. ലിഥിയത്തിൻ്റെ എടുത്ത് നോക്കൂ. ഫസ്റ്റ് ഗ്രൂപ്പിലെ തന്നെ 2ാമത്തതാണ് ലിഥിയം. ലിഥിയത്തിൻ്റെ എടുത്ത് നോക്കൂ. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. ലിഥിയത്തിൻ്റെ സിമ്പൽ Li ആണ്. നെയിം ലിഥിയമാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 2 1. പിന്നെ പ്രോട്ടോണിൻ്റെ എണ്ണം 3, ഇലക്ട്രോണിൻ്റെ എണ്ണം 3. നെക്സ്റ്റ് നോക്കൂ, നമ്മൾ പറഞ്ഞു അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക് ടേബിൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന്. നോക്ക്, ഹൈഡ്രജൻ്റെ 1 ആണ്.
ഹീലിയത്തിൻ്റെ 2, ലിഥിയത്തിൻ്റെ 3 അറ്റോമിക് നമ്പർ, ബെർലിയത്തിൻ്റെ 4, ബോറോണിൻ്റെ 5, കാർബണിൻ്റെ 6, നൈട്രജൻ്റെ 7, ഓക്സിജൻ്റെ 8. അങ്ങനെ അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത നോക്കൂ, ഹൈഡ്രജന് ഇലക്ട്രോൺ കോൺഫിഗറേഷനകത്ത് ഒരു ഷെല്ലേ ഉള്ളൂ, ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ ഹൈഡ്രജന്, അതുകൊണ്ട് ഒരു ഷെല്ലേ ഉള്ളൂ. ഹീലിയത്തിനും ഒരു ഷെല്ലേ ഉള്ളൂ അല്ലേ, 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഒറ്റ ഷെല്ലേ ഉള്ളൂ. രണ്ടാമത്തെ പീരീഡിൽ നോക്കൂ, ലിഥിയത്തിന് 2 ഷെല്ലുണ്ട്, 2, 1 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ബെർലിയത്തിനോ 4 അറ്റോമിക് നമ്പറെങ്കിലും അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണ്, 2, 2. അപ്പം അതിൻ്റെ ഷെല്ലുകളുടെ എണ്ണം 2. സോഡിയം 11 അതിൻ്റെ അറ്റോമിക് നമ്പറെങ്കിലും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ടെക്സ്റ്റിൽ നോക്കിക്കോണം, 2, 8, 1. അടുത്ത മഗ്നീഷ്യത്തിൻ്റെത് 12 ആണെങ്കിലും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8, 3. മൂന്നാമത്തെ പീരീഡിലുള്ളതിന് 3 ഷെല്ല്, നാലാമത്തെ പീരീഡിലുള്ളതിന് 4 ഷെല്ല്, അഞ്ചാമത്തെ പീരീഡിലുള്ളതിന് 5 ഷെല്ല്, ആറാമത്തെ പീരീഡിന് 6 ഷെല്ല്, ഏഴാമത്തെ പീരീഡിന് 7 ഷെല്ല് കാണും. അപ്പം നമുക്ക് എന്ത് പറയാം ഇതിനെന്ന്, എത്ര ഷെല്ലുകൾ ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കാം എത്രാമത്തെ പീരീഡിലാണെന്ന് അറിയുന്നത്. നമുക്ക് സോഡിയം എടുക്കാം. സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്, 2, 8, 1. അത് മൂന്നാമത്തെ പീരീഡിലാണുള്ളത്. നമുക്ക് ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്താലോ, 2, 6. അപ്പം നമുക്കറിയാം ഓക്സിജൻ രണ്ടാമത്തെ പീരീഡിലാണുള്ളതെന്ന്. അപ്പം എത്ര ഷെല്ലുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ആ എലമെൻറ്റ് എത്രാമത്തെ പീരീഡിലാണുള്ളതെന്ന്. പീരീഡ് എത്രാമത്തെ പീരീഡിലാണ് ഒരു എലമെൻറ്റ് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നടത്തിയിട്ട് അതിന് എത്ര ഷെല്ലുകളുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അത് എത്രാമത്തെ പീരീഡിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഗ്രൂപ്പ് അറിയുന്നത്. അപ്പം നോക്കൂ, ഓരോന്നിൻ്റെ ആദ്യത്തെ തന്നെ നോക്കൂ, ആദ്യത്തെ ഗ്രൂപ്പ് തന്നെ എടുക്കൂ. ആദ്യത്തേത് ഹൈഡ്രജനുണ്ട്, ലിഥിയമുണ്ട്, സോഡിയമുണ്ട്, പൊട്ടാസ്യം, റുബീഡിയമുണ്ട്, കൊയേഷ്യമുണ്ട്, ഫ്രാൻസിയമുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണുള്ളത് നോക്ക്, എല്ലാത്തിൻ്റെ 1 ഇലക്ട്രോണാണുള്ളത് ലാസ്റ്റ് ഷെല്ലിൽ. രണ്ടാമത്തെ ഗ്രൂപ്പ് നോക്ക്, ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോണ്ടിയം, ബെറിയം, റേഡിയം. ഇതിനെല്ലാം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ്, 2 ഇലക്ട്രോണാണ്. പക്ഷേ നമ്മൾ ഗ്രൂപ്പിൻ്റെ ഷെല്ലിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കുമ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള എലമെൻറ്റിൻ്റെ കാര്യം എടുക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിനെ അറിയപ്പെടുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും എന്ന് പറയുന്നത് മെറ്റലാണ്. അതിൽ നിന്നും 13, 14, 15 എന്നൊക്കെ പറയുന്നത് നോൺ മെറ്റലാണ്. അപ്പം നോൺ മെറ്റലിലേക്കൊരു ട്രാൻസിഷൻ, അതാണ് ട്രാൻസിഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം അത് ഇതിൽ കൂട്ടത്തില്ല. നമ്മൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഇതിനനുസരിച്ചുള്ള ഗ്രൂപ്പ് നമ്പറാണെന്നുള്ളത് ഈ ട്രാൻസിഷൻ എലമെൻറ്റിൽ കൂട്ടത്തില്ല. പക്ഷേ ഹൈഡ്രജനെ നമ്മൾ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ ഈസ് സ്റ്റിൽ അണ്ടർ ഡിബേറ്റ്. കാരണം ഹൈഡ്രജനെ എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നത്, മെറ്റലിൻ്റെ അടുത്താണ് നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അതൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ, അതൊന്നും നിങ്ങൾ കൂടുതൽ ആലോചിക്കേണ്ട. മെറ്റലിൽ നിന്നും നോൺ മെറ്റലിലേക്കൊരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. നിങ്ങളത് കൂടുതൽ ഓർത്ത് കൺഫ്യൂഷൻ അടിക്കേണ്ട. ഓക്കെ, ഇപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി. ഗ്രൂപ്പ് 1ഉം 2ഉം കഴിഞ്ഞാൽ നമ്മൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കൊണ്ട് നോക്കുന്നത് നെക്സ്റ്റ് നോക്കുന്ന 13ാമത്തെ ഷെല്ലാണ്. പക്ഷെ അവിടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയാണ്, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുന്നത് 3 വരുന്നത്. പക്ഷേ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ 10 ആഡ് ചെയ്യണം. നമുക്ക് അവിടുത്തെ ഇലക്ട്രോൺ എത്രാമത്തെ ഷെല്ലാണ് 13 തൊട്ടുള്ള അങ്ങോട്ട് പോകുന്ന ഷെല്ലിൽ നമ്മൾ എത്രാമത്തെ ഷെല്ലാണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണിൻ്റെ കൂടെ നമ്മൾ 10 ആഡ് ചെയ്താൽ എത്രാമത്തെ ഗ്രൂപ്പിലാണ് ആ എലമെൻ്റ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പിന്നെയും പറയുന്നു, 1ഉം 2ഉം കുഴപ്പമില്ല, 13 തൊട്ട് 18 വരെയുള്ള ഗ്രൂപ്പിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഷോർട്ടിൽ പറഞ്ഞു തരാം. എനിക്കറിയാം പീരിയോഡിക് ടേബിൾ ഒരുപാട് കൂടിപ്പോയെന്ന് എനിക്കറിയാം, പക്ഷേ ഇത്രയും പറയാതെ നിവർത്തിയില്ല. അപ്പോൾ ഞാനൊരു ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. പീരിയോഡിക് ടേബിൾ, നമുക്കൊരു പീരിയോഡിക് ടേബിൾ എടുത്താൽ അത് അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതിന് ഓരോ എലമെൻറ്റിനെയും
അതായത് ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും ഓരോ എലമെൻറ്റിനെയും നമ്മൾ അതിനകത്ത് അടുക്കി വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ടുള്ളത് പീരീഡും വെർട്ടിക്കലായിട്ടുള്ളത് ഗ്രൂപ്പുമാണ്. പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പും എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നുള്ള എന്ന് വെച്ചാൽ അതിനകത്ത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വഴി അതിനകത്ത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് അത് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പിനുമാണ് ഇത് ബാധകം. പിന്നെ പോകുന്നത് 13-ാമത്തെയും 14-ാമത്തെയും 15-ാമത്തെയും 16-ാമത്തെയും 17-ാമത്തെയും 18-ാമത്തെയും ഗ്രൂപ്പാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ലാസ്റ്റിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ കൂടെ 10 ആഡ് ചെയ്താൽ മാത്രമേ അത് എത്രാമത്തെ ഗ്രൂപ്പിലാണ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വരുന്നത് പീരീഡാണ്. എത്ര ഷെല്ലുകൾ ഉണ്ട് എന്നതിനെ ആശ്രയിച്ചായിരിക്കും എത്രാമത്തെ പീരീഡിലാണ് ഉള്ളതെന്ന് അറിയുന്നത്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നടക്കുമ്പോൾ 2 ഷെല്ലാണെങ്കിൽ 2-ാമത്തെ പീരീഡിലും 3 ഷെല്ലാണെങ്കിൽ 3-ാമത്തെ പീരീഡിലുമായിരിക്കും. 5 ഷെല്ലുണ്ടെങ്കിൽ അത് 5-ാമത്തെ പീരീഡിലായിരിക്കും. അങ്ങനെ പോകുന്നു. ഓക്കെ, നെക്സ്റ്റിൽ ഇതിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് 2 എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത്. പിന്നീട് 6 പിന്നീട് അങ്ങോട്ട് 4 മുതൽ 7 വരെ ലോങ്ങസ്റ്റ് പീരീഡാണ്. കാരണം അവിടെ 18 ഗ്രൂപ്പുകളുണ്ട്. ലെറ്റ് us സ്റ്റഡി മോർ അബൌട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആൻഡ് ദ മെറിറ്റ്സ് ഓഫ് their scientific classification in detail. നോക്ക്, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് their പൊസിഷൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ. അനലൈസ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഹൗ മെനി പീരിയഡ്സ് ആർ ദെയർ? നമ്മളത് പറഞ്ഞത് എത്ര പീരീഡുകളുണ്ട്? 7 പീരീഡുകൾ അല്ലേ? അവിടെ നമുക്ക് എഴുതാമല്ലോ. റൈറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്. എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പുകൾ. വിച്ച് പീരീഡ് ഹാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്? ഫസ്റ്റ് പീരീഡിലല്ലേ? അപ്പോൾ അതിനകത്ത് എന്തോളൂ? ഹൈഡ്രജനും ഹീലിയവും. അത് എഴുതാമല്ലോ. ആർ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പീരീഡ് 2 and 3 ദ സെയിം? യെസ്. ഹൗ മെനി എലമെൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ 4th പീരീഡ്? 4th പീരീഡിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 18 എലമെൻറ്റ്സ് ഉണ്ടല്ലേ? വാട്ട് ഓൾ ഇൻഫർമേഷൻ അബൌട്ട് ദ എലമെൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഓഫ് ദ പീരിയോഡിക് ടേബിൾ നോട്ട് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി? എഴുതാമല്ലോ. നെയിം കിട്ടും, നമുക്ക് സിമ്പൽ കിട്ടും, അറ്റോമിക് നമ്പർ കിട്ടും, പിന്നെന്ത് കിട്ടും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും, പിന്നെ പ്രോട്ടോണിൻ്റെ എണ്ണം കിട്ടും, ഇലക്ട്രോണിൻ്റെ എണ്ണം കിട്ടും. അറ്റോമിക് നമ്പറിലെ പ്രോട്ടോണിൻ്റെ എണ്ണം, അതല്ലേ ഇലക്ട്രോണും. ഓക്കെ, ഇന്ന് നമുക്കിവിടെ നിർത്താം. ഇന്ന് ഇച്ചിരി കൂടിപ്പോയി. പീരിയോഡിക് ടേബിളൊക്കെ അത്രയും തന്നെ പറയണം, അല്ലാതെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതൊന്നും. നിങ്ങൾക്ക് മുന്നോട്ട് പഠിക്കേണ്ടതല്ലേ, അപ്പോഴിതെല്ലാം ആവശ്യമാണ്. അതുകൊണ്ടാണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.